പറയാതിരിക്കാൻ വയ്യ. എന്തായാലും വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങാറായില്ലേ? നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്താ കമന്റ് ബോക്സിൽ ഇറക്കി. ആര് കൂടുതൽ ഫാൻസ് അറിയാലോ? ഒരു കാറ്റിലുമായി കലരാതെ ഒരു വീട്ടിലുമായി തുലയാതെ 1 2 3 4 5 6 7 എണ്ണം കൂടെ കമന്റ് ബോക്സിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കുവാ. എന്നിട്ട് നല്ല സ്നേഹമുള്ള പാട്ടും. അതെ, കൊള്ളാല്ലേ? മെസ്സിയുടെ പാട്ടാ ഇത്. മെസ്സിയുടെ പാട്ടൊന്നും അല്ലേ ഇത് മറ്റേ ഇതിനകത്ത് പാട്ടാ, മെസ്സിയുടെ പാട്ടാ. ഓ, നിങ്ങൾ ഉദ്ദേശിച്ചത് മറ്റേ ധോണിക്ക് പാട്ടുള്ളത് പോലെ ഈ പാട്ടിൽ ഏറ്റവും കൂടുതൽ കട്ട്സ് ഇറങ്ങിയത് മെസ്സിയുടെ ആയിരിക്കും അല്ലേ? അങ്ങനെ. ഓ, ഓക്കെ ഓക്കെ. നീ ഈ വീഡിയോ ഉണ്ടാക്കിയവന്മാര് നീ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്റെ ലൈവ് അപ്ലോഡ് ആകുമ്പോൾ സമാധാനപരമായിട്ട് നൊസ്റ്റാൾജിയ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ചാറ്റിനെ നീയൊക്കെ എങ്ങനെ മാറ്റിയെന്നൊക്കെ ഇവിടെ ഇപ്പൊ ഒരുത്തൻ പോർച്ചുഗലിന്റെ ആണെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റിന്റെ കൊടി വരെ ഇടുന്നു എന്റെ ചാറ്റിൽ. എങ്ങനെ മാറ്റിയെന്ന് നീ നോക്കണേ. നീയൊക്കെ ഇവിടെ സമാധാനത്തിൽ പൊക്കോണ്ടിരുന്നതാണ്. കമ്മ്യൂണിസ്റ്റിന്റെ കൊടിയാണത്, പോർച്ചുഗലിന്റെ അല്ലത്. അടിക്കണ ഇവരെയൊക്കെ. ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം ചേട്ടന്റെ കമ്പ്യൂട്ടറിൽ നിന്നും കമ്പ്യൂട്ടർ ഗെയിമിംഗ് ലോകത്തേക്ക് അവൻ കടന്നു വരുന്നു. തുടക്കം റൂൾസ് ഓഫ് സർവൈവലിൽ നിന്നായിരുന്നു. പിന്നെ അവിടുന്ന് പബ്ജി ചൈന, പിന്നെ പബ്ജി മൊബൈലിലേക്ക്. ഞാൻ ചെന്ന് കയറിയത് പുലികളായ പ്ലേയേഴ്സ് ഭരിക്കുന്ന കേരളൻ പബ്ജി കമ്മ്യൂണിറ്റിയിലേക്ക്. തുടക്കകാലത്ത് പബ്ജി ജീവിതം അത് എളുപ്പമായിരുന്നില്ല. പക്ഷേ അവൻ തോറ്റു കൊടുക്കാനും തയ്യാറായിരുന്നില്ല. അവൻ അവിടെ പോരാടി. റൂംമേറ്റ്സ് കളിക്കുമ്പോൾ ഒരു പേരിനൊരു ക്ലാൻ ഇല്ലാത്ത ആ വ്യക്തി പുതിയ ക്ലാൻ ആരംഭിക്കുന്നു. ആ ക്ലാനിന് അവൻ പേര് നൽകിയത് ഇങ്ങനെയാണ്, MRZ. സ്വന്തം ക്ലാനിന്റെ പേര് പബ്ജി ലോകം മുഴുവൻ അറിയാൻ വേണ്ടിയുള്ള അവന്റെ കഷ്ടപ്പാട് അവൻ ആരംഭിക്കുന്നു. എന്റെ യൂട്യൂബ് ലോകത്ത് എന്തിലാവണോ ആഗ്രഹം, അവൻ ടെക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായി. പക്ഷെ അത് മുഴുവൻ കോർപ്പറേറ്റ് സ്ട്രൈക്കും കോർപ്പറേറ്റ് ക്ലെയിം ആയിരുന്നു. അന്ന് അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായി എനിക്ക് യൂട്യൂബ് ലോകത്തേക്ക് തിരിച്ചു വരാൻ പറ്റില്ലെന്ന്. പക്ഷെ നീണ്ട നാളുകൾക്ക് ശേഷം ഗെയിമിങ്ങിനായി ഒരു ചാനൽ തുടങ്ങുന്നു, MRZ ഗോഗു. 2019 ആദ്യ മൈൽ സ്റ്റോൺ എത്തിക്കുന്നു, 1K. അവിടെ നിന്നും ഒരു വർഷങ്ങൾക്കപ്പുറം 100K. സ്പ്രേയിങ്ങിൽ കാസ്ട്രോയും, നീഡിങ്ങിൽ ബ്ലൈൻഡ് സൈക്കുമായും, ക്രഷിങ്ങിൽ ബ്ലൈൻഡ് നിക്കുമായും, TKRPയിൽ വാറ്റായും നമ്മുടെ മനസ്സിൽ കയറി പറ്റിയ ആ കഥാനായകന്റെ പേര് ഇങ്ങനെയാണ്, MRZ ഗോഗു അല്ലെങ്കിൽ ഗോകുൽ കൃഷ്ണ. ഞാൻ പറയാലോ ഗൈസ്, ഞാൻ പറയാം. അന്നോട്ട് ഇന്ന് വരെ അവൻ അൾട്ടിമേറ്റ് എന്റർടൈനറാ. ഞാൻ പറയാം, ഇവൻ ഈ ഗ്യാപ്പ് എടുത്തില്ലായിരുന്നാലും മടി കാണിച്ചിരുന്നില്ല ഇന്ന് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ടോപ്പ് സ്ട്രീമർ ഇവനാണ്. ഞാൻ ഇപ്പോഴും പറയാം ഗൈസ്, എനിക്ക് ഒരു മടിയില്ല അത് പറയണേല്. ഞാൻ ഉറപ്പ് പറയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ സബുള്ള ചാനലും അതുപോലെ തന്നെ അല്ലെങ്കിൽ ടോപ്പായിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സ്ട്രീമർ ഇവന്. ഇപ്പോഴും എനിക്ക് പറയാൻ ഒരു മടിയില്ല അതില്. അത് ഇവന്റെ ഓഡിയൻസിനെ അറിയത്തുള്ളൂ, ഇവന്റെ ഓഡിയൻസിനെ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എനിക്ക് ഇപ്പൊ നിങ്ങൾ എന്റെ ലൈവ്, ഞാൻ എപ്പോൾ ലൈവ് വരും, ഇന്ന് ഈകള് വരുമോ എന്ന് പറഞ്ഞ് നിങ്ങൾ ബാക്കിയുള്ളവരുടെ ലൈവിനകത്ത് പോയി ചോദിക്കൂലേ, അതുപോലെ എന്റെ ലൈവില് വന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഒറ്റ പേരേ ഉള്ളൂ, അത് ഇവന്റെയാ. എന്റെ അടുത്ത് ഇത് പറയാം, ഗോകു ഇന്ന് വരുമോ. ഞാൻ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഗോകു വരുവാടാ, കുറച്ച് നേരോട് നിന്റെ ഇത് കണ്ടോണ്ടിരിക്കുക. സത്യം ഞാൻ പറയാ, സ്ട്രീമർ മാത്രമല്ല, ഞാൻ പറയാം വെറും ഒരു സ്ട്രീമർ ആയിട്ട് മാത്രമല്ല അവന്റെ ഗെയിം. എടാ നിങ്ങളിപ്പോ എക്സാമ്പിളെ പറയാം, ഇന്നൊരു ഗെയിം ലോഞ്ച് ആയിട്ട് ഇന്ന് ഇവന്റെ കൊടുക്കുക, ഇന്ന് ഇവന്റെ കൊടുത്തിട്ട് പറയാ ഇന്ന് ഇവൻ പൊട്ടനെ പോലെ കളിക്കുന്നെങ്കിൽ അടുത്ത ദിവസം ലൈവ് ഇടുന്നതിന് മുമ്പ് ഇവനത് മാസ്റ്റർ ചെയ്യും. ഇവൻ അങ്ങനെ ഒരു കഴിവും കൊണ്ടുണ്ട്. ഇവനെ ഇത് കളിക്കണം. ഞാൻ ഇവന്റെ ഏറ്റവും അഗ്രസീവ് ഗെയിം പ്ലേ കണ്ടിട്ടുള്ളത് ഫോർട്ട്നൈറ്റിലാണ്. ഇപ്പൊ ഫോർട്ട്നൈറ്റ് കളിക്കുന്ന കാണണം, വാലറന്റ് കളിക്കുന്ന കാണണം, പബ്ജി കളിക്കുന്ന കാണണം, എല്ലാത്തിലും ഗോഡ് ലെവൽ ചെയ്യുമ്പോൾ ഞാൻ ഇവനെ വെറുതെ പൊക്കുന്നല്ല കേസ്. എനിക്ക് ഇവന്റെ ഈ ലൈവ് ഇടാതിരിക്കുന്ന കാണുമ്പോ എനിക്ക് ഇവനെ വെച്ചടിച്ചു കൊടുക്കാൻ തോന്നും. മനസ്സിലേ? ഹലോ ഗോകു കോച്ച്, അവൻ ഇവിടെ ഒന്നും നിൽക്കണമെന്നും അല്ല കോച്ച്. ഞാൻ പറയാം, മിനിമം ഇവൻ ആക്റ്റീവ് ആയിരുന്നേ മിനിമം ഇവന്റെ ചാനൽ ഇപ്പോൾ 2 മില്യൺ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഉണ്ടായിരുന്നേ. കോച്ചിന് അറിയാത്തോണ്ട ഇവൻ എങ്ങനെയായിരുന്നു, ഇവന്റെ കമ്മ്യൂണിറ്റിയിലെ വാല്യൂ എന്താണെന്ന് കോച്ച്. അത് കുറവൊന്നും ഉണ്ടെന്ന് ഞാൻ പറയണല്ല, പക്ഷെ ഇവന്റെ എങ്ങനെയായിരുന്നു എന്ന് ഉള്ളത് അറിയാത്തോണ്ട. എടാ എനിക്ക് എപ്പോഴും ഞാൻ പറയല, എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ശരിക്കും പറഞ്ഞാൽ സ്റ്റീവാ. എനിക്ക് സ്റ്റീവ് അതിന്റെ ഉള്ളു, വേറെ ആരും. കാരണം എന്റെ ഗ്യാങ് കളിക്കുന്ന പയ്യനാ. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ അലക്സ് കുറച്ച് കിടിലൻ പ്ലെയറാ ഗൈസ്. ഈ അലക്സ് കുറച്ച് നന്നായിട്ട് കളിക്കുന്നവനാ. എന്നുവെച്ചാൽ ഒബ്വിയസ്ലി
എന്റെ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റീവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് എന്ന് വെച്ചാൽ. പക്ഷേ ഈ അലക്സ് കുറച്ച് നന്നായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഈ എല്ലാ വാറുകളും കാണാറുണ്ടല്ലോ എല്ലാവരും. എന്നുവെച്ച് സ്റ്റീവ് പേഴ്സണൽ ഫേവറേറ്റാ ഓൾറെഡി. പക്ഷെ അലക്സ് അവന് കുറച്ച് നല്ല പ്ലെയറാ. അവനുള്ള കണ്ടന്റ് അല്ല ബ്രോ, അത് സത്യമുള്ള കാര്യമാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ പറയണമല്ല. അലക്സ് ഞാൻ പറയട്ടെ, ഞാൻ എല്ലാ ചെറിയ ഗ്യാങ്ങിന്റെ വാർ വരെ കാണും. അല്ല, നിങ്ങളൊക്കെ എല്ലാവരും എന്നോട് പറയാറില്ലേ എങ്ങനെയാണ് ഞാൻ ഇത് റീബിൽഡ് ചെയ്തതെന്ന്. ഞാൻ ഇത് എങ്ങനെയാണ് റീബിൽഡ് ചെയ്തത് ശരിക്കും? ഞാൻ ഇരുന്ന് മൊത്തം ലൈവും വാറുകളും എല്ലാവരുടെയും കാണാറുണ്ട്. എല്ലാ ഗ്യാങ്ങുകളുടെയും, ചെറിയ ഗ്യാങ്ങുകളുടെയും വലിയ ഗ്യാങ്ങുകളുടെയും എല്ലാം. ഇതിനകത്ത് അടിക്കുന്നവന്മാരെയൊക്കെ കണ്ടുപിടിച്ച് തന്നെയാണ് TVL ബെസ്റ്റ് പ്ലേയേഴ്സിനെ ഞാൻ കൊണ്ടുവന്നത്. ഞാൻ അതുകൊണ്ട് എല്ലാ ഗ്യാങ്ങുകളുടെയും, നമ്മുടെ സിറ്റിക്കകത്ത് ഇല്ലാത്ത വാറുകൾ വരെ ഞാൻ കാണാറുണ്ട്. നമ്മുടെ ഇവിടെ KV ഇല്ലായിരുന്ന സമയത്ത് KVയുടെ കാണാറുണ്ടായിരുന്നു, മാസിന്റെ കാണാറുണ്ടായിരുന്നു, എല്ലാവരുടെയും കാണാറുണ്ടായിരുന്നു. മനസ്സിലായ? കമ്പാരിസൺ എന്നുള്ളൊരു കാര്യമല്ല. സ്റ്റീവ് എനിക്ക് എൻ്റെ അതിനകത്ത് പറയല്ലേ സ്റ്റീവ് ആണ് ബെറ്റർ. പക്ഷെ എന്ന് കരുതിയ മോശം പ്ലെയർ അല്ല അവൻ, മറ്റേ മോശം പ്ലെയർ അല്ല അവൻ. സ്റ്റീവ് എല്ലാ ഗെയിമിലും ഇൻബിൽട്ട് അവന് മുടിഞ്ഞ സ്കില്ല, മുടിഞ്ഞ കഴിവ് അവന്. ഗോട്ടീസ് പ്രൊഫസർ എടാ, അത് പിന്നെ പ്രൊഫസറിന്റെ ഒക്കെ അടി അവൻ എടുത്ത കിൽ കൗണ്ട് ഒക്കെ ഇപ്പോഴും ആൾക്കാർ പൊട്ടിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയാം. പ്രൊഫസർ എത്രയായിരുന്നടാ ഇതാക്കിയത്? 27,000 അല്ല, എത്ര കില്ലാണ് അവൻ ഇതാ എടുത്തത്? 1 ലക്ഷം അടിച്ചോ? 1 ലക്ഷം അല്ലേ? 1 ലക്ഷം 1 ലക്ഷം. 1,20,000. അതൊക്കെ ആരും പൊട്ടിച്ചോ? രഘുൽ VM ഇല്ല, പൊട്ടിച്ചിട്ടുണ്ടോ ഇപ്പൊ? ഇല്ല, പിന്നെ പൊട്ടിച്ചില്ലായിരുന്നു. ഇപ്പൊ പിന്നെ സഞ്ജു ഇല്ലല്ലോ. സഞ്ജു പിന്നെ ഈ ഇതിനകത്ത് TDM പെറ്റി കിടന്ന വെറുതെ ഞാൻ വേറെ കണ്ടിട്ടുള്ളത് വില്ലുമോനായിരുന്നു. ഞാൻ അതുകൊണ്ട് പറഞ്ഞ ഞാൻ എല്ലാവരുടെയും വാറുകൾ കാണാറുണ്ട്. കുറെ പ്ലേയേഴ്സിനെ എനിക്കറിയാം. ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയി അങ്ങനെ വിളിക്കാറില്ല മോസ്റ്റ്ലി ഇവരെയൊക്കെ. അപ്പം ഞാൻ ഇവരെയൊക്കെ നോട്ട് ചെയ്ത് ഇങ്ങനെ വെച്ച് ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ചിരിക്കും. അപ്പൊ എപ്പോഴെങ്കിലും ഇവര് TVL സ്ലോട്ട് ചോദിക്കുന്ന സമയത്ത് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായ? ഇപ്പൊ മുച്ചുറി അവന് ഞാൻ അവനോട് സംസാരിച്ചപ്പോ അവൻ എന്തോ പറഞ്ഞെന്നറിയോ ഗൈസ്? എന്നോട് മുച്ചുറി എന്നോട് പറയുവാണ് അവനൊരു RP പ്ലെയർ ആവണ്ട, അവനൊരു PVP പ്ലെയർ ആയാൽ മതിയെന്ന്. എന്താ ചിരിക്കണം നീ? അപ്പൊ ഈ ക്ലം പറഞ്ഞ അവൻ ഇപ്പൊ അടിക്കണം നീ കണ്ടിട്ടുണ്ടോ അതിന്? ഇല്ലളിയാ. നീ ഫോർസയിൽ ഇരുന്ന് വെള്ളത്തിൽ കൂടെ എഴയുന്ന പോലല്ല. മനസ്സിലായ? അവൻ കിടിലം കളിയാ ഇപ്പൊ. ഗൈസ് അവന്റെ ഗെയിം പ്ലേയിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്, സത്യം പറയാലോ. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് ഇട്ട. അന്നേരം അവന്റെ കറണ്ട് പോയി. അവസ്ഥയൊക്കെ പറഞ്ഞ ഉറപ്പിക്കാമോ? എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റി കളയൊന്നൊന്നാവില്ല. അങ്ങനെ ചെയ്ത ജപ്പാൻ പ്രൊഫസർ LX എത്ര എണ്ണോ അല്ലേ? മാഡി കിഡി ഏവല് നീല് നോക്കി ഇൻഡിവിജ്വലി മൊത്തം ഉള്ളോ? ജൂഡ്, ഡീവൻ, ഭരതൻ, എന്റെ അമ്മോ സത്യമല്ല. ഇൻഡിവിജ്വലി നോക്കി വല നിന്നെയൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. കുറച്ച് ഒരാഴ്ച വരാതിരുന്നപ്പോ നമ്മളെ കളഞ്ഞ് 2 ശരി പോലും ഇല്ല. വാല നീ കുറച്ച് ദിവസം ആക്റ്റീവ് ആവണേ. എന്തായാലും വരുള്ളൂ കേട്ടാ. എന്തൊക്കെയാലേ? നീ ക്രിസ്ത്യാനോ ഫാൻ ആണോടാ? പിന്നല്ലാണ്ട്. ആണല്ലേ? ഇവട്ടെ കാണോടാ, ഇവട്ടെ വേൾഡ് കപ്പ് ആണ്. കൈസ് എന്നാ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്നാ? ഫസ്റ്റ് കളി എന്നാ? ഫസ്റ്റ് കളി 11 പറയുന്ന ആൾക്കാര്. എല്ലാ മാച്ചും ഏർലി മോർണിംഗ് ആണെന്ന് അറിയാം. എന്തായാലും ഇപ്പൊ ഏർലി മോർണിംഗ് ഉറങ്ങണത്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ലൈവ് കഴിഞ്ഞിട്ട് ഇനി കളിയോടെ കണ്ടിട്ട് കിടക്കാം. എത്ര ടൈം? എത്ര? രാവിലെ വെളുപ്പിന് 4 മണിക്കും 5 മണിക്കും 3 മണിക്കും ഒക്കെയാന്ന് തോന്നുന്നു കളി. സ്ട്രീം ചെയ്താലോ?
11 നൈറ്റ് സ്ട്രീം ചെയ്താലേ നേരെ കൊണ്ടുപോ. വീട്ടിലൊരു വക്കീൽ നോട്ടീസ് വരും, ഒരു 10 കോടി 15 കോടിയുടെ ഒരു കോമ്പൻസേഷൻ. അത് അടയ്ക്കാൻ റെഡിയാണോ? അടയ്ക്കാൻ റെഡിയാണെങ്കിൽ നമുക്ക് സ്ട്രീമിൽ ഇരുന്ന് കാണാം. നിങ്ങൾ അതിൽ ഒരു 15 കോടി പിരിച്ചു തന്നാൽ നമുക്ക് വേണമെങ്കിൽ ഇരുന്ന് കാണാം. നിങ്ങളെല്ലാവരും പെരുവിട്ട് ഒരു 15 കോടി രൂപ തന്നാൽ നമുക്ക് ഇതെല്ലാം ഇരുന്ന് കാണാം. കമന്റ് ഒക്കെ പറഞ്ഞ് വേറെ ബ്രോ താങ്ക് യു സോ മച്ച്. മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ബ്രോ, താങ്ക് യു സോ മച്ച്. നല്ല പെനാൽറ്റി അടിച്ച് തരുവാന്മാര്. 15 കോടിക്കൊന്നും ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നണല്ലോടാ. റൈറ്റ്സ് ഒക്കെ എടുക്കണം അത്രയ്ക്കായിരിക്കും. മാമ അടിച്ചു തരും. നെറ്റ് ചെയ്യാൻ പൈസ ഇല്ല പൊട്ടച്ചി എപ്പോഴാണ്. സത്യല്ലേ? പിത്തലിജിയാ? ക്യാരക്ടർ നോക്കിയാ കൺവെൻഷൊക്കെ എഴുതി കുറിയൊക്കെ തൊട്ട് വന്നിരിക്കണ നോക്കി. നല്ല വീഡിയോ, നല്ല വീഡിയോ, നല്ല വീഡിയോ. അടിപൊളി അടിപൊളി. നോക്കളിയാ പുറത്തൊക്കെ ഇറങ്ങി നോക്ക്. വേൾഡ് കപ്പ് നടക്കുമ്പോഴേ വിഷയായിരിക്കും. വേറെ ലല്ലിരിക്കും കളിയാ. ആണ് കപ്പില്ല പക്ഷെ അവർക്കൊന്ന്. പോർച്ചുഗലിന് കപ്പില്ല ഇതുവരെയായിട്ട്. ഇല്ല, പക്ഷെ ഈ വർഷം അടിക്കും നമ്മള്. അതിന് മെസ്സേജ് ആവണം. എന്നിട്ടാണോ നീ ഇത്ര മെസ്സ് അടിച്ചത്? അടിക്കും, മനസ്സിലായി. അർജന്റീനക്ക് കപ്പൊക്കെ ഉണ്ടേ ബ്രോ. അർജന്റീനക്ക് എത്ര എണ്ണം ഉണ്ട്? അർജന്റീനക്ക് എത്ര എണ്ണം ഉണ്ട്? അപ്പം 3 എണ്ണം ഉണ്ടോ? 3 എണ്ണം ഉണ്ട്. അടിച്ചു. അപ്പൊ ഇത് കഴിഞ്ഞ അങ്ങേ വർഷത്തെ RCB അളിയ ഈ വർഷം നോക്ക്. അളിയ ഈ വർഷം പോർച്ചുഗൽ വിഷയം ടീമാണ് അളിയ. ആണോ? കപ്പടിയെന്ന് ഉറപ്പാണോ നിനക്ക്? ഉറപ്പളിയാ, ഉറപ്പ് കപ്പടി. ഉറപ്പ്. ബെറ്റ് വെക്കുന്ന ലൈവില് ആറിന്റെ കൂടെ? ഈഗിളിന്റെ കൂടെ. എന്റെ കൂടെ എന്തോന്ന് ബെറ്റെന്തോന്ന്? അല്ല എനിക്ക് ഫുട്ബോൾ അറിയത്തോടെ എനിക്ക് വേറെ ഫേവറേറ്റ് ടീമൊന്നും ഇല്ല. പക്ഷെ പോർച്ചുഗൽ കപ്പടിച്ച കപ്പടിക്കില്ല എന്നുള്ള ബെറ്റ് വെക്കാം. ഓ ഓക്കെ ഓക്കെ ഓക്കെ. എത്ര രൂപ ബെറ്റ്? 10,000 അളിയ. 10,000. ഓ 10,000 രൂപ ബെറ്റ്. പോർച്ചുഗൽ തോറ്റ എനിക്ക് 10,000 രൂപ തരണം. ജയിച്ച ഞാൻ 10,000 രൂപ തരും. ഓക്കെ 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 ഗൈസ്. അപ്പൊ ഡീൽ ക്ലോസ്. ഡീൽ ഇൻ എന്തോന്ന് ലൈവ് ലൈവ് ഡീൽ. അപ്പൊ എന്റെ ഇത് പോർച്ചുഗൽ തോറ്റാൽ ഞാൻ 10,000 രൂപ കൊടുക്കും. അല്ല, പോർച്ചുഗൽ ജയിച്ചാൽ 10,000 രൂപ ഞാൻ കൊടുക്കും. പോർച്ചുഗൽ തോറ്റാവായിരിക്കും 10,000 രൂപ വരും. ഓക്കെ. മൊട്ട അടിച്ചാൽ മതി. അല്ല ബ്രോ, ഞാൻ അത്രയ്ക്ക് ഡൈഹാർഡ് ഫാനിലോട്ടൊന്നും വന്നിട്ടില്ല ഇതിൽ. എനിക്ക് ഒന്നാമത് കാര്യം, എനിക്ക് വേറെ ഫേവറേറ്റ് ടീം ഇല്ല. എനിക്ക് പിന്നെ പോർച്ചുഗലും അറിയത്തില്ല. അതുകൊണ്ട് മൊട്ട അടിക്കുക എന്നുള്ള ആ ലെവലിലോട്ടൊന്നും ആരാധന എനിക്ക് വന്നിട്ടില്ല. അത് വരട്ടെ. എന്താ ദാസ് കാരണം കേക്കാത്തതാണോ? വർമാസിന്റെ സൗണ്ടാണ്. എല്ലാം അറിയാം. സൗണ്ട് തൊട്ട് എൻജിൻ ചെയ്യുന്നവരെ ആരാണെന്ന്. എന്നിട്ട് ഒരുത്തം ബസ് തരാന്ന് പറഞ്ഞ് പറ്റിച്ചപ്പോ അത് മാത്രം മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലായിരുന്നു. നമ്മളൊരു ബസ് ഇറക്കത്തില്ല ചേട്ടാ. നമ്മുടെ അതങ്ങ് പറഞ്ഞ് റിവീൽ ചെയ്താലോ? എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. മമ്മി ഈ വീഡിയോ ഒക്കെ ലൈവ് ഒക്കെ ഇരുന്ന് കാണുന്നതാ. ബസ്സിന്റെ കാര്യം പറയുമ്പോഴേ മമ്മി എനിക്ക് വോയിസ് മെസ്സേജ് ഇടും വാട്സപ്പില്. ഇനി ഇങ്ങോട്ടൊരു വണ്ടി കൊണ്ട് വന്നാൽ മുട്ടുകാല് ചവിട്ടി ഓടിക്കുമെന്ന് പറഞ്ഞേക്കണം എന്റെ അടുത്ത്. കുഴപ്പമില്ല, അതൊക്കെ വണ്ടി എന്റെ വീട്ടിൽ ഇട്ടോളാം. ഞാൻ കഴുകി തുടച്ച് ഓട്ടോ ഒക്കെ പോയി. ഓട്ടോക്ക് പോയാ? ബസ്സിൽ ഓട്ടോ ഒക്കെ പോയി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗോൾഫ് എടുക്കാൻ. ഇപ്പോഴും ഉണ്ട് അത്. ഒരു ഗോൾഫ് എടുത്തിട്ട് നല്ലൊരു എക്സോസ്റ്റ് ഒക്കെ ചെയ്ത് കിടില ഒരു അലോയ്സ് ഒക്കെ ഇട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പോഴും. പോലീസ് ഉണ്ട് അതിന്റെ അല്ല ഞാൻ പറഞ്ഞേ. പക്ഷെ എന്നെ വീട്ടില് ഇനി ഒരു വണ്ടി കൂടെ കൊണ്ടുവരാൻ സമ്മതിക്കൂല. അങ്ങനെ ഒരു പെർമിഷൻ കിട്ടിയാൽ ഞാൻ അന്ന് എടുക്കും ഞാൻ വണ്ടി, ഉറപ്പാണ്. അത് എന്തൊരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഓടിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറയാതിരിക്കാൻ വയ്യ കേട്ടാ. കിടിലം വണ്ടിയാണ്. ഗോൾഫ് വേണ്ട, ഫുട്ബോൾ മതി പ്ലീസ് ഒന്ന്. പിന്നെ കൈവക്ക കാര്യമില്ലേടാ ചാറ്റില്.